Hi all. In this video we are going to discussing about EST 100 Engineering Mechanics Module 5. So here we are going to discussing about simple harmonic motion. Simple harmonic motion or SHM is a periodic motion. Periodic motion means any motion which repeat after equal intervals of time. Equal intervals of time repeat ചെയ്യുന്ന ഏതൊരു മോഷനെ നമ്മൾ പീരിയോഡിക് മോഷൻ എന്നാണ് പറയാം. സോ എസ് എച്ച് എമ്മും ഒരു പീരിയോഡിക് മോഷനാണ്. ബട്ട് എല്ലാ പീരിയോഡിക് മോഷനും എസ് എച്ച് എം ആവണം എന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ രണ്ട് ജനറൽ കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. സോ അത് ഏതൊക്കെയാണ് ആ ജനറൽ കണ്ടീഷൻസ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഫിഗർ വെച്ചത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. സോ ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ബോബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിനിങ്ങനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ആദ്യം തന്നെ അത് റെസ്റ്റിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ മീൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് എസ് എച്ച് എം അല്ലെങ്കിൽ സെൻറ്റർ പൊസിഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അത് ഓസിലേറ്റ് ചെയ്യും. അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് അത് ഓസിലേറ്റ് ചെയ്യും. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചെന്ത് ചെയ്യും, തിരിച്ച് ആ മെയിൻ പൊസിഷനിലേക്ക് അത് തിരിച്ചെത്തും. അങ്ങനെ റൈറ്റ് സൈഡിലും സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, മാക്സിമം ഒരു പൊസിഷൻ റീച്ച് ചെയ്ത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്, മെയിൻ പൊസിഷനിലേക്ക് അത് തിരിച്ചെത്തും. ആ ഒരു മാക്സിമം പൊസിഷനെയാണ് നമ്മൾ, ആ മാക്സിമം പോയിന്റ്, അത്രയും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് ആ ഒരു പോയിന്റിനാണ് നമ്മൾ പറയുക എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയാം. സോ എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും മീൻ പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് ഈ ഒരു ബോബ് കവർ ചെയ്തത്. സോ ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഏതൊരു ബോഡിയാണോ ഇങ്ങനെ പീരിയോഡിക് മോഷനിലുള്ളത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു മോഷൻ്റെ, ആ ഒരു ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡി ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും കവർ ചെയ്ത ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് നമ്മൾ നോക്കുകയാണ്, മീൻ പൊസിഷനിൽ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, റെസ്റ്റിംഗ് കണ്ടീഷനിൽ എന്തായിരിക്കും, അതിൻ്റെ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അത് മെല്ലെ മെല്ലെ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ കൂടി ഒരു മാക്സിമം ആക്സിലറേഷൻ ഇവിടെ എത്തുക, ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോഴാണ് മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാവുക. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ എന്താണ്, മീൻ പൊസിഷനിൽ നിന്ന് വിട്ട് വരുന്നതിനനുസരിച്ച് ആക്സിലറേഷനും കൂടുന്നുണ്ട്. മീൻ പൊസിഷനിൽ നിന്ന് വിട്ട് വരുന്നത് വെച്ചാൽ ഡിസ്റ്റൻസും കൂടി വരികയാണ്. സോ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഫിക്സഡ് പോയിന്റ്. ഈ ഫിക്സഡ് പോയിന്റ് ആണ് മീൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് എസ് എച്ച് എം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ഈ ഒരു ഫിഗറിന്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഷുഡ് ബി ഓൾവേസ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ. ഏറ്റവും മാക്സിമം ആക്സിലറേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്, അതവിടെ നിൽക്കുമോ? ഇല്ല, തിരിച്ചെന്താണ്, മെയിൻ പൊസിഷനിൽ എത്താനാണ് എപ്പോഴും ഈ ഒരു ബോബ് ട്രൈ ചെയ്യുക. മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് കണ്ടീഷനിൽ എപ്പോഴും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ് എല്ലാ ബോഡിയും നിൽക്കാൻ, ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക, ഏതൊരു ബോഡി ആയി കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ കേസിലും സെയിം ആണ്, ആക്സിലറേറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് എന്താണ്, മെയിൻ പൊസിഷനാണ്. ഇപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നത് എസ് എച്ച് എമ്മിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയാം നമുക്ക്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേംസ് യൂസ്ഡ് വിത്ത് എസ് എച്ച് എം ആണ്. എസ് എച്ച് എമ്മിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ്. അതിനു മുന്നേ നമ്മൾ ഒരു ബോഡി ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ആ ഒരു ബോഡി പി എന്ന പോയിന്റിൽ ഒരു ടൈം ഇൻ്റർവെൽ, ഒരു ടൈം ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ അത് എത്തുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലാണ് ബോഡി എത്തിയതെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എവിടത്തേക്കായിരിക്കും വരിക, നമ്മൾ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിലേക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ എവിടത്തേക്കായിരിക്കും ആ പോയിന്റ് വരിക, എം എന്ന് പറയുന്നൊരു പോയിന്റിലേക്കും വരിക. സോ അത് ഒ എന്ന് പറയുന്ന ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തത്, ഒ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, ഒ എം അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്നതാണ് എന്ത്, മീൻ പൊസിഷൻ. ക്ലിയർ? അത് എന്തുകൊണ്ടാണ് അത് മീൻ പൊസിഷൻ ആയത് നമുക്ക് നോക്കാം.
ഓക്കെ, ഫസ്റ്റിൻ്റെ ബോഡി എയിലാണെന്ന് വിചാരിക്കാം. എയിലുണ്ടാവുന്ന സമയത്ത് ഈ ഒ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിരിക്കും. ഓക്കെ, പിയിലുണ്ടാവുന്ന സമയത്ത് എവിടെയായിരിക്കും? എക്സ്, ഒ എം ആയിരിക്കും. എക്സ് അത് കുറഞ്ഞില്ലേ? റേഡിയസിനേക്കാളും കുറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ അത്? സോ മാക്സിമം ഇവിടെ ഡിസ്റ്റൻസ് റീച്ച് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. മാക്സിമം റീച്ച് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പറയാം. സോ അത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രീം ആൻഡ് മീൻ പൊസിഷൻ ആണ്. സോ മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി മീൻ പൊസിഷൻ ആണ്. സോ ഇവിടെ മീൻ പൊസിഷൻ എന്താണ്? സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആണ്. അവിടെ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും റേഡിയസ് ആയിരിക്കും. ഇനി പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വൈയിലേക്കുള്ള പ്രൊജക്ഷനും വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ സിയിലാണ് ആ ബോഡി എങ്കിൽ നമ്മൾ മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ വെച്ച് നമ്മൾ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഇല്ല അവിടെ. ബിയിലെത്തുകയാണെങ്കിൽ എഗെയിൻ അത് റേഡിയസ് ആയിട്ട് മാറി. പിന്നെ അത് ഡിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയും എഗെയിൻ 0 ആയി. എഗെയിൻ എയിലെത്തിക്കഴിഞ്ഞാൽ അത് റേഡിയസ് ആയിട്ട് മാറി. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ മാത്രം ത്രൂ എ ബി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയിലുണ്ടാവുന്ന സമയത്ത് ഒ എ ആയിരുന്നു അത്രയും ഡിസ്റ്റൻസ്. പിന്നെ അത് എമ്മിലേക്കെത്തി, പിന്നെ അത് ഓയിലേക്കെത്തി, പിന്നെ ബിയിലേക്കെത്തി, പിന്നെ എഗെയിൻ ഓല്, പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ പോകുന്നത്. അതായത് ടു ആൻഡ് ഫ്രോം മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മൂവ് ചെയ്യാണ്. ശരിക്കും ഇതൊരു എന്താണ്? SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷനാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ടേമാണ് ഓസിലേഷൻ. ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അലോങ് ദ ഡയമീറ്റർ. ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്താ പറയുക? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് ബിയിലേക്ക്, ബിന്ന് എയിലേക്ക്, അങ്ങനെയല്ലേ മോഷൻ ഉള്ളത്. പിന്നെയും എഗെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനാണിത്. അപ്പോൾ മോഷൻ ഓഫ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ അലോങ് ദ ഡയമീറ്റർ, ഇതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ പീരിയഡ്. പീരിയഡ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ന് ബിയിൽ പോയിട്ട് ബിന്ന് എയിലേക്ക് തിരിച്ചു വരണം. സ്റ്റാർട്ട് ഫ്രം എ ആൻഡ് എൻഡ് ടു എ ആയിരിക്കണം. അതിനാണ് നമ്മൾ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ പീരിയഡ് അല്ലെങ്കിൽ ടൈം പീരിയഡ് എന്ന് പറയാം. ക്ലിയർ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സർക്കുലർ മോഷനിൽ പഠിച്ചതാണ്. തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വൺ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ടൈം എടുക്കുന്നത് പീരിയഡ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. TP ആണ് പറഞ്ഞിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പീൻ്റെ കേസിൽ വരുമ്പോൾ തീറ്റയാണ്. കംപ്ലീറ്റ് അത് റൊട്ടേറ്റ് ചെയ്ത് എയിലേക്ക് തന്നെ, എന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് തന്നെ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു സർക്കിളിനെ മൊത്തം റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. അത് റേഡിയൻസിൽ പറയുമ്പോൾ 2π ആണ് വരുന്നത്. അപ്പോൾ തീറ്റ കവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത് 2π ആയിരിക്കും. സോ തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? 2π വന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 2π, നമുക്കറിയാവുന്ന ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ 2π ഈക്വൽ ടു എന്തെഴുതാം? ഒമേഗ ടി എന്ന് എഴുതാം. ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടൈം പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നത് ഫോർ വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ TP എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ TPക്ക് ഇക്വേഷൻ എന്ത് വന്നു? TP ഇവിടെ വെച്ച് ഒമേഗാനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? 2π ബൈ ഒമേഗ എന്ന് പറഞ്ഞിട്ട് വരും. ക്ലിയർ? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് M ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എമ്മിലേക്ക്, മീൻ പൊസിഷൻ O ആണ്. അപ്പോൾ OM എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ്. OM എന്ന് പറയുന്നത് X ആണ് വരിക. X എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ OP ഉണ്ട്, തീറ്റ ഉണ്ട്. ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OP അടുത്ത് വന്നാൽ കോസ് തീറ്റ, OP കോസ് തീറ്റ വന്നു. എഗെയിൻ OP എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ടി ആണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ X ഈക്വൽ ടു എന്ത് വന്നു? R കോസ് ഒമേഗ ടി. ക്ലിയർ? R കോസ് ഒമേഗ ടി. ഇത് മീൻ പൊസിഷൻ എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഒരു ടേമിനെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ എന്ത് വന്നു? കോസ് ഒമേഗ ടീനെ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ ഒമേഗ ടി ഒമേഗ വരും. ആറിന് അതുപോലെ തന്നെ എടുക്കാം. അപ്പോൾ -R ഒമേഗ സൈൻ ഒമേഗ ടി. ഈ നെഗറ്റീവ് സൈൻ ഒന്നുമില്ല. ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് X ഡിക്രീസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്ത് വന്നു? R ഒമേഗ സൈൻ ഒമേഗ ടി. R ഒമേഗ സൈൻ ഒമേഗ ടി ആണ് വെലോസിറ്റി വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ
എന്ത് വന്നു? സൈൻ ഒമേഗ ടിക്ക് നമ്മൾ ജസ്റ്റ് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സൈൻ ഒമേഗ ടി എന്ന് വെച്ചാൽ തീറ്റ ആണല്ലോ. സോ തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നോക്കിക്കേ, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ്. അപ്പോൾ അത് പി എം ബൈ ഒ പി എന്ന് എഴുതാം. എന്തെഴുതാം? ആർ ഒമേഗ പി എം ബൈ ഒ പി, സൈൻ തീറ്റ പി എം ബൈ ഒ പി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു? പി എം എന്ന് പറയുന്നത് എന്താണ്? പി എം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ പി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ പിൻ്റെ സ്ക്വയർ. ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് ഒ എം സ്ക്വയർ. ഒ എം സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒ പി എന്ന് പറയുന്നത് ആറും ആണ്. അങ്ങനെയാണെങ്കിൽ ആറും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ വി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറി. ക്ലിയർ? ഇതുപോലെ തന്നെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേമിനെ ഫൈനലി നമുക്ക് വെലോസിറ്റീൻ്റെ ടേം എന്ന് പറയുന്നത് ആർ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. ഇതിനെ ആദ്യം തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും? മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി വന്നു. ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആർ കോസ് ഒമേഗ ടി ആണ്. നമ്മൾ മുന്നേ പറഞ്ഞു. ഇപ്പം ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, ഒരു ബോക്സിലാക്കിയിട്ട്? ആ ഒരു ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ആർ കോസ് ഒമേഗ ടിക്ക് പകരം എക്സ് കൊടുക്കുക. ബാക്കി എന്ത് വന്നു? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ഫ്രം മീൻ പൊസിഷൻ എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഇതുപോലെ തന്നെ സിമിലർലി നമുക്ക് M1ൻ്റെയും കേസ് ചെയ്യാം. M1 ബി ദ പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ വേർട്ടിക്കൽ ഡയമീറ്റർ ആണ്. വേർട്ടിക്കൽ ഡയമീറ്ററിലുള്ള പ്രൊജക്ഷനാണ് M1 എന്ന് പറയുന്നത്. അങ്ങനെ ആവുന്ന കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു എക്സ് ഡാഷ് അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പി എം ഇത്രയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒ പി പി എം എന്ന് പറയുന്നത് ഒ പി സൈൻ തീറ്റയാണ് വരിക. ദൂരെ പോയാൽ സൈൻ തീറ്റ, ഒ പി സൈൻ തീറ്റ. ഒ പി എന്ന് പറയുന്നത് ആറാണ്. തീറ്റ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടേമിന് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ഒമേഗ കോസ് ഒമേഗ ടി കിട്ടും. ക്ലിയർ? ഇനി കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്, അതായത് എക്സ് ബൈ ആർ എന്ന് പറഞ്ഞിട്ട് വരും. ഇതാ വി ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. അതിനെ നമ്മൾ ആർ ഒമേഗ കോസ് തീറ്റയാക്കി. കോസ് തീറ്റ എന്ന് പറയുന്നത് ഒ എം ബൈ ഒ പി ആണ്. ഒ എം ബൈ ഒ പി ആണ്. ഒ എം എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആണ്. ഒ എം എക്സ്, ഒ പി എന്ന് പറയുന്നത് ആറ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഒമേഗ എക്സ് വരും. ക്ലിയർ? ഇനി ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു ആർ സൈൻ തീറ്റയാണ്. എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വന്നു? ആർ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷൻ തന്നെയായിട്ട് മാറി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് പി എം ബൈ ഒ പി ആയിട്ട് മാറി. പി എം എന്ന് പറയുന്നത് റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ വന്നു. എഗെയിൻ വീണ്ടും ഇക്വേഷൻ എന്തായി മാറി? സോ വീണ്ടും ഇക്വേഷൻ എന്തായിട്ട് മാറി? വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറി. നമ്മൾ നേരത്തെ കണ്ടീഷനിലും സെയിം ഇക്വേഷൻ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, ഇനി ആക്സിലറേഷൻ്റെ കേസിൽ എന്ത് ചെയ്താൽ മതി? ഈ ആർ കോസ് ഒമേഗ ടീനെ വീൻ്റെ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. അങ്ങനെ എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ആണല്ലോ. അപ്പോൾ ഇതിന് പകരം എക്സ് കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനിലും വെലോസിറ്റി ആക്സിലറേഷനും എന്താണ്? സെയിം ആണ്. ബട്ട് എന്ത് മാത്രമേ മാറുന്നുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അതിൻ്റെ മാത്രം ഇക്വേഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ അവസാനത്തെ ഫൈനൽ നോട്ടായിട്ട് നമുക്ക് എടുക്കാം. നമ്മളെന്താ പഠിച്ചത്? എക്സ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി യൂസ്ഡ് വെൻ ടി ഈസ് മെഷേർഡ് ഫ്രം മീൻ പൊസിഷൻ. നമ്മൾ ടൈമിനെ മെഷർ ചെയ്യുന്നത് മീൻ പൊസിഷനിലാണെങ്കിൽ, അതായത് ടി ഈക്വൽ ടു 0 എന്ന് നമ്മൾ മീൻ പൊസിഷനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടത് ആർ സൈൻ ഒമേഗ ടി ആയിരിക്കണം. ക്ലിയർ? അതുപോലെ തന്നെ
എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എപ്പോഴാണ് എടുക്കുന്നത്? എക്സ്ട്രീം പൊസിഷനാണ് നമ്മൾ നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ആർ കോസ് ഒമേഗ ടി. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒറ്റൊരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഇത് മാത്രം പഠിച്ചാൽ മതി, ഈ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. മീൻ പൊസിഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ? ബട്ട് ബോത്ത് കേസസിലായി കഴിഞ്ഞാലും വിയുടെ ഇക്വേഷൻ അതുപോലെ എൻ്റെ ഇക്വേഷനും സെയിം ആണ്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അതുപോലെ നമ്മൾ അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷൻ ആണല്ലോ. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വി മാക്സ് അല്ലെങ്കിൽ വി ജസ്റ്റ് നമ്മൾ സിംപ്ലി കണ്ടുപിടിക്കുകയാണ്. അതായത് എക്സിന് 0 ഇവിടെ പുട്ടിയാണെങ്കിൽ എന്ത് വരും? ഒമേഗ ആർ സ്ക്വയർ എന്ന് വന്നു. അതായത് മാക്സിമം വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ മാക്സിമം വെലോസിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയായിരിക്കും? മീൻ പൊസിഷനിലായിരിക്കും ഏറ്റവും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അവിടുത്തെ ആക്സിലറേഷൻ എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 0 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്തായിട്ട് മാറി? 0 മാറി. അതായത് ഇത്രയേ ഉള്ളൂ, മീൻ പൊസിഷൻ ഉണ്ടാവുന്ന സമയത്ത് വെലോസിറ്റി മാക്സിമം, ആക്സിലറേഷൻ 0 ആയിരിക്കും. ഈ ഒരൊറ്റ കണ്ടീഷൻ പഠിച്ചാൽ മതി. കാരണം നേരെ ഓപ്പോസിറ്റാണ് അടുത്ത കണ്ടീഷൻ വരിക. എക്സ്ട്രീം പൊസിഷൻ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. ആക്സിലറേഷൻ മാക്സിമം, വെലോസിറ്റി 0യും. രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. സോ ഒറ്റൊരു ഇക്വേഷൻ ഈ ഇതിൽ തന്നെ ഇത്രമാത്രം പഠിച്ചാൽ മതി. മീൻ പൊസിഷനിലാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ഞാനിത് മുന്നേ പറഞ്ഞ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കണ്ടീഷന്, അതുപോലെ ആദ്യത്തെ ഈ ഒരു കണ്ടീഷനും പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഈ രണ്ട് ഇക്വേഷൻസും. ക്ലിയർ? ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ ബോഡി മൂവിങ് വിത്ത് simple harmonic motion has an amplitude of 1 meter and period of oscillation is 2 seconds. Find the velocity and acceleration of the body at t equal to 0.4 second when time is measured from mean position and extreme position. രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റിനെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. മീൻ പൊസിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ടൈം പീരിയഡ് തന്നിട്ടുണ്ട്, ടി പി തന്നിട്ടുണ്ട്. നമുക്ക് ടി 0.4 സെക്കൻഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷൻ വെലോസിറ്റിയാണ്. നമുക്കറിയാം ആക്സിലറേഷൻ്റെയും വെലോസിറ്റിയും. ഫസ്റ്റ് തന്നെ മെയിൻ പൊസിഷൻ എടുക്കുകയാണ്. അപ്പം ആക്സിലറേഷൻ ആയാലും വെലോസിറ്റി ആയിക്കഴിഞ്ഞാൽ മെയിൻ പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനും സെയിം ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റിൻ്റെ കേസിൽ എന്തായിരുന്നു ഇക്വേഷൻ? വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ ഒമേഗ കണ്ടുപിടിക്കണം. ആർ സ്ക്വയർ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മീൻ പൊസിഷൻ്റെ കേസിലും എക്സ്ട്രീം പൊസിഷൻ്റെ കേസിലും ഡിഫറെൻറ്റ് ഇക്വേഷൻ ആണ്. മീൻ പൊസിഷൻ്റെ ആണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. മീൻ പൊസിഷൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ഒമേഗയാണ്. ടി എന്ന് പറയുന്നത് 0.4 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് ആദ്യം തന്നെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ആർ ഈക്വൽ ടു 1 മീറ്റർ. ടൈം പീരിയഡ് എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ ഇതാ, ടൈം പീരിയഡ് 2 സെക്കൻഡ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 0.4 സെക്കൻഡിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. ടൈം പീരിയഡ് ഈക്വൽ ടു 2π ഒമേഗയാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2π/TP ആയിരിക്കും. അങ്ങനെ 2π/2 വരും. പൈ റേഡിയൻസ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗ വരുന്നത്. ക്ലിയർ? ഇനി നമുക്ക് എന്ന് വെച്ചാൽ സൈൻ ഒമേഗ ടി, ഈ സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഡിഗ്രിയിലായിരിക്കണം. സോ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഒമേഗ എന്ന് പറയുന്നത് പൈ റേഡിയൻ പെർ സെക്കൻഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ആ ഒരു റേഡിയൻ പെർ സെക്കൻഡ് നമ്മൾ എന്തായിട്ട് മാറ്റണം? അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒമേഗ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? പൈ ഇൻറ്റു 0.4 റാഡ് വരും. ഓക്കെ, ഇനി ഇതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല, 180/π കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 180/π കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ആയിട്ട് മാറും. ക്ലിയർ? അങ്ങനെ 72 ഡിഗ്രി വന്നു. ജസ്റ്റ് ആ 72 ഡിഗ്രി ഈ ഒരു ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ 0.95 മീറ്റർ ആണ്. ക്ലിയർ? അങ്ങനെ എന്ത് ചെയ്യുക? ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഒമേഗ ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെലോസിറ്റീൻ്റെ അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഒമേഗ എന്ന് വെച്ചാൽ പൈ റേഡിയൻസ് ആണ് നമ്മൾ കിട്ടിയത്. ആർ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.95 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ 0.98 മീറ്റർ പെർ സെക്കൻഡ്.
ഇനി ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ എക്സ് ആയതുകൊണ്ട് ഒമേഗ എന്ന് വെച്ചാൽ പൈ ആണ്, എക്സ് എന്ന് വെച്ചാൽ 0.95 ആണ്. ജസ്റ്റ് അവിടെ ഇക്വേഷൻസിൽ ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ഇനി എക്സ്ട്രീം കേസിൽ, എക്സ്ട്രീം പൊസിഷൻ്റെ കേസിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. ഓൺലി ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ എന്തിൽ മാത്രമാണ്, ഈ ഒരു ഇക്വേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എക്സ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് മാത്രമേ ആവുള്ളൂ. സോ ആർ എന്ന് പറയുന്നത് 1 ആണ്, ഒമേഗ ടി എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രിയിലുള്ള വാല്യൂ കണ്ടുപിടിച്ചു 72 ഡിഗ്രിയാണ്. ക്ലിയർ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.31 മീറ്റർ ആണ്. അങ്ങനെ വിയിലേക്ക് കൊടുക്കുക. വിൻ്റെ ഇക്വേഷൻ സെയിം ആണ്, നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ 2.99 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ആക്സിലറേഷൻ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്, ഒമേഗ എന്ന് പറയുന്നത് പൈ ആണ്, പൈ സ്ക്വയർ ഇൻറ്റു 0.31 ദാറ്റ്സ് ഈക്വൽ ടു 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി മൂവിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 4 മീറ്റർ പെർ സെക്കൻഡ് at 2 and 4 meter distance from the mean position. Find the amplitude and time period of the body. സിമ്പിൾ ആണ്. അതായത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി മീൻ പൊസിഷനിൽ നിന്ന് 2 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. 4 മീറ്റർ ഡിസ്റ്റൻസിലുണ്ടാകുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡുമാണ് വെലോസിറ്റി. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ചെയ്താണ്. അറ്റ് എക്സ് ഈക്വൽ ടു 2 മീറ്റർ ആകുമ്പോൾ വെലോസിറ്റി 10, എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് കേസിലാകുമ്പോൾ നമ്മൾ എന്താണ് വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു വാല്യൂസ് ഒന്ന് നോക്കിക്കൊടുത്തേ. വെലോസിറ്റി എന്ന് പറയുന്നത് 10, ഒമേഗ തന്നെ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് എത്ര ഡിസ്റ്റൻസിലായിരുന്നു അത് 2 മീറ്റർ, അപ്പോൾ 2 സ്ക്വയർ. അടുത്ത കേസ് അതുപോലെ തന്നെ ചെയ്യാം. വെലോസിറ്റി വി ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് 4 സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി ഇത് രണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 10/4 ഒമേഗയും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്തോ ഒരു റൂട്ട് ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 16 വന്നു. ഇനി ഇതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്താൽ മതി, അതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 100/16 എന്ന് പറഞ്ഞിട്ട് വരും. 100/16 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4 ആർ സ്ക്വയർ മൈനസ് 16 വരും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.25 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4 ആർ സ്ക്വയർ മൈനസ് 16 വന്നു. ക്ലിയർ? ഈ ഒരു വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എന്ന് വരും 6.25 ആർ സ്ക്വയർ മൈനസ് 100 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4 വന്നു. ക്ലിയർ? ഇനി ആർ സ്ക്വയറിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്കും ഈ ഒരു 100 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആർ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് എന്ത് വരും 6.25 ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ വന്നു. എത്ര വന്നു 5.25 ആർ സ്ക്വയർ. 100നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ 96 വരും. അപ്പോൾ ഇനി ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും 96 ഡിവൈഡ് ബൈ 5.25 വന്നു. ആറിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത് ആ ഒരു വാല്യൂവിനെ റൂട്ട് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു 4.28 മീറ്റർ ആണ്. ക്ലിയർ? ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. ഇത് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇക്വേഷനിൽ ഇതിലേതിലെങ്കിലും ഒന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ ആറിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് വന്നു, ഇതാ നോക്ക് 10 ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ ആറിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എന്ത് കിട്ടും, ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ ഒരു കിട്ടിയ വാല്യൂവിനെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ ഡിവൈഡ് വരും. അങ്ങനെ ഒമേഗ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 10 ഈക്വൽ ടു 3.78 ഒമേഗ ആയിരിക്കും വരും ഈ ഒരു വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 3.78 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 10/3.78 വരും. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 2.64 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെയോ ചോദിച്ചാൽ ആംഗുലാർ വെലോസിറ്റി ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ചോദിച്ചത്, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരീഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആറാണ്, ആറ് ഓൾറെഡി കണ്ടുപിടിച്ചു. ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഒമേഗയാണ്. ഒമേഗ വെച്ച് കണ്ടുപിടിക്കാം. ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2π/ഒമേഗയാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. സോ 2π/ഒമേഗ എന്ന് പറയുന്നത് 2.64 ആണ്. ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പിസ്റ്റൺ ഓഫ് ആൻ IC എൻജിൻ moves with simple harmonic motion. The crank rotates at 420 rpm and the stroke length is 40 cm. Find the velocity and acceleration of the piston when it is at a distance of 10 cm from the mean position. ഒന്നുമില്ല, ഒരു IC എൻജിൻ്റെ അതിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത്, പിസ്റ്റൺ എന്താണ്, അതിങ്ങനെ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതിൻ്റെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് 420 RPM ആണ്. അത് 420 റൊട്ടേഷൻ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 420 തവണ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റിൽ. അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്, സ്ട്രോക്ക് ലെങ്ത് ഒന്നുമില്ല, ഈ ഒരു പിസ്റ്റൺ മാക്സിമം മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ഈ പിസ്റ്റൺ മാക്സിമം മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും ഉള്ള ഒരു ലെങ്ത്തിനാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് റെസ്റ്റിലാവുന്ന സമയത്തൊരു പെർട്ടിക്കുലർ പോയിന്റിലുണ്ടാകും. അപ്പോൾ അതിനെയാണ് നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയാം. മീൻ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെയാണല്ലോ മൂവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ രണ്ട് എക്സ്ട്രീം പൊസിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ അതിൻ്റെ പകുതിയായിരിക്കും. ബിക്കോസ് മീൻ പൊസിഷനും എക്സ്ട്രീം പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് അപ്പോൾ എന്തായിരിക്കും? ഈ ഒരു സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ നേരെ പകുതിയായിരിക്കും. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ 10 സെൻറ്റിമീറ്റർ ഫ്രം മെയിൻ പൊസിഷനിൽ ഉണ്ടാവുന്ന സമയത്തുള്ള വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്പീഡ് ഓഫ് ദി ക്രാങ്ക് എന്ന് പറയുന്നത് 420 RPM ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനാണ് ഒമേഗ ഈക്വൽ ടു 2πn/60. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ 420 RPM ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒന്നിക്കൽ +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിക്കണം. ബിക്കോസ് ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. ഒമേഗ ഈക്വൽ ടു 2πn/60. 2πn/60. ക്ലിയർ? അപ്പോൾ എന്താണ് 2π × n എന്ന് പറയുന്നത് 420 / 60. ദാറ്റ്സ് ഈക്വൽ ടു 43.98 rad/s കിട്ടും. ഇത്രയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ട്രോക്ക് ലെങ്ത് ഞാൻ പറഞ്ഞു 2 × ക്രാങ്ക് റേഡിയസ് ആണ്. ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്നത് എന്തോന്നു? 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനൊക്കെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മീറ്ററിൽ നിന്ന് 0.2 മീറ്റർ വന്നു. ഇനി എക്സ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അതിന് മീറ്ററിലേക്കാക്കി 0.1 മീറ്റർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0.2, നമുക്കുള്ള ഡിസ്റ്റൻസ് 0.1. അതുപോലെ നമുക്ക് കിട്ടിയ ഒമേഗ എന്ന് പറയുന്നത് 43.98. ഇനി എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ √r² - x² ആണ്. ഒമേഗ എത്രയായിരുന്നു? 43.98. r എന്ന് പറയുന്നത് എത്രയാണ്? 0.2. x 0.1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും 7.62 m/s. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഈസ് ഇക്വൽ ടു ω² r ആണ്. ω² × x ആണ്. ബട്ട് ഇവിടെ x എന്ന് പറയുന്നത് എത്രയാണ്? x എന്ന് പറയുന്നത് 0.1 ആണ്. ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ട്. എക്സ് ആണ് വേണ്ടത്, അത് മാറിപ്പോയതാണ്. സോ എക്സ് അപ്പോൾ 193.42 m/s². ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. ക്ലിയർ? ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഒമേഗ ഈക്വൽ ടു 2πn/60. നിങ്ങൾ തന്നെ ബൈ ഹാർട്ട് പഠിച്ചോ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle moving with SHM has an amplitude of 4.5 meter and period of oscillation is 3.5 seconds. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and on the same side of the mean position. Simple question ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ SHMലാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് r എന്ന് പറയുന്നത് എത്രയാണ്? 4.5 മീറ്റർ ആണ്. പീരിയഡ് ഓഫ് ഓസിലേഷൻ TP 3.5 സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് TP കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒമേഗൻ അങ്ങോട്ട് മാറ്റി വെക്കുക, 2π/TP ആക്കുക. 1.8 rad/s ആണ്. അപ്പോൾ നമുക്ക് 2 പോയിന്റ് 3.5 മീറ്ററും 1.5 മീറ്ററും ഫ്രം മീൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ബോഡീൻ്റെ എത്ര ഡിസ്റ്റൻസ് ആണ്? അതായത് 3.5 മീറ്ററിൽ നിന്ന് 1.5 മീറ്ററിലേക്ക് അല്ലെങ്കിൽ 1.5 മീറ്ററിൽ നിന്ന് 3.5 മീറ്ററിലേക്ക് എടുക്കുന്ന ടൈം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മീൻ പൊസിഷനിൽ നിന്ന് 3.5 മീറ്ററിലേക്ക് എത്രയായിരിക്കും ടൈം എടുക്കാമെന്നും അതുപോലെ തന്നെ 1.5 മീറ്ററിലേക്ക് എത്ര ടൈം എടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ 2 ടൈമും കണ്ടുപിടിച്ചാൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. നമ്മൾ ഏതെങ്കിലും എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? r cos ω t ആണ്. അപ്പോൾ ഈ ഒരു r cos ω tയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 3.5 ആണ്. ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് 3.5. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 4.5. കോസ് 1.8 × T1
ഇനി ഇതിനെ ഡിഗ്രിയിലേക്ക് മാറ്റി, ഈ ഒരു 1.8നെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റണം. T1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടൈമാണ്. അങ്ങനെ അത്രയും ഡിഗ്രി വന്നു. അങ്ങനെ എന്ത് കിട്ടി? അതിൻ്റെ ആൻസർ T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 = 0.38 സെക്കൻഡ് വരും. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഈ 4.5നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പം എന്ത് വന്നു? 3.5/4 വന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് ആൻസർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ കോസ് ഇൻവേഴ്സ് ഓഫ് ആ ഒരു ഡിവൈഡ് ചെയ്ത ആൻസർ 3.5/4.5. ഓക്കെ, ആ ഒരു ആൻസർ കിട്ടി. അങ്ങനെ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. T1 ഇൻറ്റു ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അപ്പോൾ അതിന് ആ ഒരു വാല്യൂവിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ T1 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.38 സെക്കൻഡ് കിട്ടും. ക്ലിയർ? അങ്ങനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത 1.5ൻ്റെ കേസും ചെയ്യാം. 1.5ൻ്റെ കേസും സെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈം കിട്ടുന്നത് 0.68 സെക്കൻഡ് ആയിരിക്കും കിട്ടുക. ക്ലിയർ? ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം നമുക്ക് കിട്ടി. മീൻ പൊസിഷൻ എന്നുള്ള ടൈം കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ രണ്ട് പോയിന്റിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനെടുക്കുന്ന ടൈമാണ്. അപ്പോൾ എന്താണ്? ജസ്റ്റ് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. T2 - T1 ചെയ്യാം. അപ്പോൾ 0.3 സെക്കൻഡാണ് രണ്ട് പോയിന്റിലേക്കും കടന്നു പോകാനുള്ള ടൈം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് വൈബ്രേറ്റിംഗ് വിത്ത് simple harmonic motion of amplitude 150 mm and frequency 3 cycles per second. Calculate the maximum velocity and acceleration. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 6 തന്നിട്ടുണ്ട്. 150 mm അതിനെ ജസ്റ്റ് ഒന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1/TP ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്നുമില്ല, ഒമേഗ എന്ന് പറയുന്നത് 2π/TP ആണല്ലോ. അപ്പോൾ 1/TP എന്ന് വെച്ചാലാണ് ഫ്രീക്വൻസി. 2πf വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ 6π radian/second കിട്ടും. ഇനി നമ്മൾ ചോദിച്ചത് മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആണ്. മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷൻ. മാക്സിമം വെലോസിറ്റി എവിടെ ഉണ്ടാവുന്നത്? മീൻ പൊസിഷനിലാണ്. മീൻ പൊസിഷനിൽ ഉണ്ടാവുന്ന എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. Vmax എന്ന് പറയുന്നത് എന്താണ്? 6 ഒമേഗയാണ്. അപ്പോൾ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 6 എന്ന് വെച്ചാൽ 0.15 ആണ്. ഒമേഗ 6π റേഡിയൻസ്. അപ്പോൾ 2.83 m/s. ക്ലിയർ? പിന്നെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒമേഗയുടെ വാല്യൂ റേഡിയൻസിലാണ്. radian/second തന്നെയാണ് എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൺലി ഡിഗ്രിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് sin ωt വരുന്ന കേസിൽ, അല്ലെങ്കിൽ cos ωt അങ്ങനത്തെ കേസിൽ മാത്രമേ ഡിഗ്രിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് എടുക്കണം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് മാറിപ്പോകും. ഡയറക്റ്റ് ഈ ഒരു വാല്യൂ കൊടുത്തിട്ടൊക്കെ ചെയ്തു. അപ്പോൾ സിൻടാക്സ് എറർ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ. സോ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൊക്കെ നമ്മൾ radian/second തന്നെയാണ് ഒമേഗേൻ്റെ എടുക്കുന്നത്. ഓൺലി സൈൻ, കോസ് ആ ഒരു ടേംസിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ ഒമേഗയുടെ വാല്യൂ ഡിഗ്രിയിലേക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇനി Amax എന്ന് പറയുന്നത് എന്താണ്? Amax മാക്സിമം എക്സ്ട്രീം പൊസിഷനിലാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. സോ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ω²x ആണ്. അപ്പോൾ എക്സിന് പകരം 6 വരും അല്ലേ? എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ എന്ന് പറയുന്നത് 6 ആണ്. സോ ω²x വന്നു. സോ 6π² × 0.15. സോ 53.3 m/s². സോ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതല്ലാണ്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് റിമൈനിങ് ആയിട്ട് ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ നോക്കുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. ഐ തിങ്ക് ഇത്ര വരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസ്, യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.